ഉപ്പുതറയിലെ നാലംഗ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇവരുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയും രംഗത്ത്. ഏകദേശം മൈക്രോ ഫിനാൻസ് വായ്പ ഉൾപ്പെടെ നൽകി ജനങ്ങളെ കടക്കണിയിലാക്കിയിരിക്കുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളെ പ്രലോഭിപ്പിച്ച വായ്പ നൽകുന്നത് അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ബിജെപി ഇതിനെതിരെ രംഗത്തിറങ്ങുമെന്നും ബിജെപി നേതാക്കൾ വ്യക്തമാക്കി. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭീഷണിയിൽ മനംനൊന്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കേസെടുക്കണം. 9 ഏക്കർ MC കവലയ്ക്ക് സമീപം പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതേ പ്രതിസന്ധി നേരിടുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഇവരുടെ മരണത്തിന് പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഭീഷണിയാണ്. ഇവരുടെ മരണം സമൂഹ മനസാക്ഷിയെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുതെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അവര് ആഴത്തിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ്. ഇത് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഇതിനൊരു മാനദണ്ഡം, സിവിൽ സ്കോർ നോക്കുന്നതോടൊപ്പം തന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒരു കുടുംബത്തിൽ കയറി വന്ന് മൈക്രോ ഫിനാൻസ് നിരന്തരം, അതായത് ഒരു കുടുംബത്തിലെ ഒരു കൂലിപ്പണിക്കാരനാണെന്നുണ്ടെങ്കിൽ 3-4 മൈക്രോ ഫിനാൻസുകാരാണ് വന്ന് ലോൺ കൊടുക്കുന്നത്. 1 ലക്ഷം രൂപ വെച്ച് എടുക്കുന്ന ആ വ്യക്തിക്ക് മാസത്തിൽ 2000 രൂപ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. 4-5 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്താണ് ഇത് അടയ്ക്കാൻ പറ്റാതെ വരുന്നത്. സജീവ് മോഹൻ സംഭവിച്ചത് അത് തന്നെയാണ്. 8000 രൂപ വെച്ച് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം കുടിശ്ശിക 1 മാസം വന്നേ ഉള്ളൂ. 2ാമത്തെ മാസം ആകുന്ന മുമ്പ് തന്നെ ഭീഷണി തുടങ്ങി. ഇതുപോലുള്ള ഈ ചെറുകിട ഫൈനാൻസ് കമ്പനിക്കാർ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് നിർത്തണം എന്നാണ് BJPക്ക് പറയാനുള്ളത്. കൂടാതെ കഴിഞ്ഞ ഈ മരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട SP വന്ന് ഇത് സംസാരിക്കുമ്പോഴും ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കാമെന്നുള്ള ഉറപ്പ് വിശ്വസിച്ചാണ് ഈ പ്രദേശവാസികളെല്ലാം ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ട്. ഒരു ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കാലാവധി തീരുന്നത് വരെ ആ വീടുമായി ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്കും ശ്രമിക്കുവാൻ പാടില്ല എന്ന്. ആ വിധി നിലനിൽക്കുമ്പോഴാണ് നിരന്തരം ഫോണിൽ കൂടെ മകനെ ഭീഷണിപ്പെടുത്തുന്നു, അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നു. ഇവർ രണ്ടുപേരും വിളങ്ങാൻ വരുമ്പോൾ അയൽവക്കക്കാരൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ വീണ്ടും പറയിപ്പിക്കുന്നു. അങ്ങനെ മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് സജീവിന്റെ ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. മൈക്രോ ഫിനാൻസുകാരുടെ ചതിക്കുഴിയിൽ വീണിരിക്കുന്ന നിരവധി തോട്ടം തൊഴിലാളി കുടുംബങ്ങളും മറ്റു പാവപ്പെട്ട കുടുംബങ്ങളുമാണ്. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ നിയമമുണ്ടാവണം. ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ BJP പ്രതിരോധ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.